ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. ഒരു പഴയ കഥയുണ്ട്. ചെറുപ്പത്തിലെ തന്നെ മരണമടഞ്ഞ ഒരാളുടെ കഥ. മരണശേഷം ഈ യുവാവ് ചെന്നു ചേർന്നത് വളരെ മനോഹരമായ ഒരിടത്താണ്. എല്ലാ സുഖ സൗകര്യങ്ങളും ഉള്ള ഒരിടം. അതായത് ജീവിച്ചിരുന്നപ്പോൾ ആ യുവാവ് സ്വപ്നം കണ്ടിരുന്നത് പോലൊരിടം. അവിടുത്തെ സുഖ സൗകര്യങ്ങളിൽ, അവിടുത്തെ മനോഹര കാഴ്ചകളിൽ അമ്പരന്ന് നിന്ന യുവാവിന്റെ സമീപം ശുഭ്രവസ്ത്രധാരിയായ ഒരു രൂപമെത്തി. നിങ്ങൾക്ക് എന്താഗ്രഹമുണ്ടോ അതെല്ലാം ഇവിടെ നിറവേറ്റാം, ഒന്നും ചെയ്യാതെ സുഖമായി ഇവിടെ കഴിയാം. അത്യാകർഷകമായ ആ ഇടത്തിൽ സുഖങ്ങളിൽ മുഴുകി യുവാവ് കഴിഞ്ഞു. മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. ഒരുനാൾ ശുഭ്രവസ്ത്രധാരിയായ രൂപത്തിന് സമീപമെത്തി യുവാവ് ചോദിച്ചു, ഞാൻ സ്വപ്നം കണ്ടതുപോലെ എല്ലാം എനിക്ക് കിട്ടി. മോഹിപ്പിക്കുന്ന ജീവിതം തന്നെയാണിവിടെ, ഒരു സംശയവുമില്ല. പക്ഷേ എനിക്കൊരു അപേക്ഷയുണ്ട്. ഇങ്ങനെ വെറുതെ ഇരുന്ന് എനിക്ക് മതിയായി. എനിക്ക് എന്തൊക്കെ ചെയ്യാനുള്ള കഴിവുകളുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ എന്നെ അനുവദിക്കൂ. ശുഭ്രവസ്ത്രധാരിയായ രൂപം ചിരിച്ചുകൊണ്ട് നിഷേധഭാവത്തിൽ തലയാട്ടി പറഞ്ഞു, അതുമാത്രം ചോദിക്കരുത്, അതിന് കഴിയില്ല. നിങ്ങൾക്കിവിടെ ഒരു പണിയും എടുക്കാൻ സാധിക്കില്ല. വെറുതെ ഇരുന്ന് സുഖിക്കാം. യുവാവിന് നിരാശ തോന്നി. ഈ നിത്യത എത്ര വിരസമാണ്. മുഷിപ്പ് ബാധിച്ച് ഞാനില്ലാതാവും. ഇതിലും ഭേദം നരകമാണ്. ഉടൻ ശുഭ്രവസ്ത്രധാരിയായ രൂപത്തിന്റെ മറുപടി വന്നു, നീ പിന്നെ ഇപ്പോൾ എവിടെയാണ് എന്നാണ് നിന്റെ വിചാരം? വാസ്തവത്തിൽ ഒന്നും ചെയ്യാതെ സുഖിച്ച് ജീവിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ മഹാഭൂരിപക്ഷവും. എന്നാൽ അങ്ങനെ വെറുതെ ഇരിക്കാൻ ജനിച്ച അല്ലെങ്കിൽ ജനിക്കുന്ന ജീവിയല്ല മനുഷ്യൻ. എന്തിലെങ്കിലും മുഴുകിയിരുന്നില്ലെങ്കിൽ, മനസ്സിനെ ഉത്തേജിപ്പിച്ചില്ലെങ്കിൽ, കൈകാലുകളെ ചലിപ്പിച്ചില്ലെങ്കിൽ ജീവിതം കൊണ്ട് എന്തർത്ഥം? ഒരുപക്ഷെ ഈ കൊറോണ കാലം ഇങ്ങനെ ഒരു പാഠം കൂടി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടാകും. കൊറോണയുടെ തുടക്കകാലം ലോക്ക്ഡൌണുകളുടെ കാലം കൂടിയായിരുന്നു. എല്ലാം അടച്ചുമൂടി വീട്ടിനകത്ത് മാത്രം ഇരിക്കേണ്ട അവസ്ഥ വന്നു. അതെത്ര വിരസമായിരുന്നു. എന്തും അമൃതമായാൽ ഇതുപോലെയാണ്. വെക്കേഷൻ നീണ്ടു ഒരു പണിയുമില്ലാത്ത സ്ഥിതി ഉണ്ടാക്കിയാൽ അത് വല്ലാതെ മുഷിപ്പ് സൃഷ്ടിക്കും. അതുപോലെയൊന്നാണ് ചുറ്റിനും കേൾക്കുന്നതും കാണുന്നതും ഒരേ കാര്യങ്ങളായാലും സംഭവിക്കുന്നത്. മാതൃഭൂമി ദിനപത്രത്തിൽ നടൻ ഇന്നസെന്റ് ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വൈലോപ്പിള്ളിയും ഫ്രഞ്ച് വിപ്ലവവും കശുവണ്ടിയും എന്നതാണ് തലക്കെട്ട്. അതിന് തുടക്കത്തിൽ പറയുന്നതും ഇതേ കാര്യമാണ്. ചുറ്റിലും കേൾക്കുന്നതും കാണുന്നതുമെല്ലാം ആവർത്തന വിരസമാണ്. കോവിഡ്, സ്വർണ്ണക്കടത്ത്, ലൈഫ് മിഷൻ, ചൈനയുമായുള്ള ശണ്ട, അമേരിക്കൻ തെരഞ്ഞെടുപ്പ്, കണ്ടെയ്ൻമെന്റ് സോൺ, സൂപ്പർ സ്പ്രെഡ്, ക്വാറന്റീൻ, അങ്ങനെ മൊത്തത്തിൽ ഒരു മടുപ്പ്. അതുകൊണ്ട് ഞാൻ എന്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഓർമ്മിച്ച് ഒരു കഥ പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് വൈലോപ്പിള്ളിയും ഫ്രഞ്ച് വിപ്ലവവും കശുവണ്ടിയും എന്ന കഥ ഇന്നസെന്റ് എഴുതുന്നത്. ശരിക്കും ഇങ്ങനെ ആവർത്തന വിരസമായ ജീവിതത്തിലൂടെയാണ് നാം എല്ലാം കടന്നു പോകുന്നത്. കോവിഡ് എന്ന് കേട്ട് നമ്മളെല്ലാം മടുത്തു. മുന്നോട്ട് നീങ്ങാൻ പ്രേരിപ്പിക്കുന്ന എന്തെങ്കിലും പറയൂ എന്ന് എല്ലാവരും ചോദിച്ചു തുടങ്ങി. അതിന് മറുപടി ഇത്രയേ ഉള്ളൂ, അങ്ങനെയുള്ള പോസിറ്റീവായ ഏതൊരു സംഭവത്തെയും കൂടുതൽ അറിയുക, അതിനെ മനസ്സിലാക്കുക. ഈ നിയന്ത്രണങ്ങളിലും ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നുവെന്ന് ആഹ്ലാദിക്കുക. ഉദാഹരണത്തിന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇന്ത്യയിൽ കോവിഡ് കാലത്ത് കടുത്ത നിയന്ത്രണങ്ങൾക്കിടയിലാണ് 15 ലക്ഷത്തിലധികം കുട്ടികൾ നീറ്റ് പരീക്ഷ എഴുതിയത്. അവരോടൊപ്പം അവരുടെ രക്ഷിതാക്കളും അതിൽ എൻഗേജ്ഡ് ആയിരുന്നു. എല്ലാ നിയന്ത്രണങ്ങളിലും, മഹാമാരിയുടെ ഭീതിയിലും, ജീവിതത്തിന്റെ അനിശ്ചിതാവസ്ഥയെക്കുറിച്ച് ആശങ്കപ്പെട്ടിരിക്കുമ്പോഴാണ് ഇത്തരം പ്രതീക്ഷകൾ. ജീവിതം ഒരു സാധ്യതയാണ് എന്ന് വിളിച്ചു പറയുന്ന സന്ദർഭങ്ങൾ. അങ്ങനെ ഒരു വിദ്യാർത്ഥിയെക്കുറിച്ചുകൂടി പറയാം. അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ മുഴുവൻ മാർക്ക് നേടി ചരിത്രം കുറിച്ച ഒഡീഷ റൂർക്കേല സ്വദേശി സോയേബ് അഫ്താബ് എന്ന 18-കാരൻ. പരീക്ഷയിൽ 720-ൽ 720 മാർക്ക് കരസ്ഥമാക്കിയ സോയിബ് രാജസ്ഥാനിലെ കോട്ടയിലെ കരിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് സോയിബ് കോച്ചിങ്ങിനായി ചേർന്നിരുന്നത്. രാജ്യം മുഴുവൻ ലോക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ സഹപാഠികളെല്ലാം നാട്ടിലേക്ക് മടങ്ങിയെങ്കിലും സോയിബ് പിന്മാറിയില്ല. കോട്ടയിൽ തന്നെ തുടർന്നു. ലോക്ഡൌണിൽ കുറേ സമയം കൂടി പഠനത്തിനായി ചെലവഴിച്ചു. ആ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് സോയിബിന് ലഭിച്ച 100% മാർക്ക്. 2018 ശേഷം ഞാൻ ഒഡീഷയിലേക്ക് പോയിട്ടില്ല. ദിവസം 10 മുതൽ 12 മണിക്കൂർ വരെ പഠിക്കും. മെഡിക്കൽ പഠനം പൂർത്തിയാക്കി ഒരു കാർഡിയാക് സർജൻ ആവുക എന്നുള്ളതാണ് സോയിബിന്റെ സ്വപ്നം. ജീവിതം ഒരു സാധ്യതയാണ് എന്ന് ഈ വിദ്യാർത്ഥിയും പറയാതെ പറയുന്നു.